जैसा कोई नहीं है। नहीं 100 दिन दुनिया घुमा है, नहीं कहे तेरे जैसा कोई नहीं। मैं गाया जहां भी बस तेरी याद थी, जो मेरे साथ थी, तुझको तड़पा दिल लाती। सबसे प्यारी तेरी सूरत, प्यार है बस तेरा प्यार ही। माँ तुझे सलाम, माँ तुझे सलाम, अम्मा तुझे सलाम। तेरे सांसों पे थोड़ा सा वतन का भी हकदा, ना देख मुझे यूं मुड़ मुड़ के, तेरा मेरा साथ यही तकदा। ये तेरी जमी तेरे खून से ही तो सजती संवरती है रांझ, तेरे इश्क की मैं हकदार नहीं, तेरी हीर तो डरती है रांझे। तेरी मिट्टी में मिल जावा, गुल बन के मैं खिल जावा, इतनी सी है दिल की आरज़ू। तेरी नदियों में बह जावा, तेरे खेतों में लहरावा, इतनी सी है दिल की आरज़ू। ജീവാമൃതം ജയ ഭാരതാംബയ്ക്കു വന്ദനം, ജനകോടികൾക്ക് ജീവാമൃതം ജയ ഭാരതാംബയ്ക്കു വന്ദനം. ഓ ഹൃദയമേ ഹൃദയമേ ഉണരുമീ വേളയിൽ, പ്രാണനും ജീവവായുവും ഭാരതാംബയാമമ്മേ, ഭാരതാമോചന ധീരദേശാഭിമാനികളെ സലാം. ചോരയും വീര്യവും ജീവനും ത്യജിച്ച യോദ്ധാക്കളെ സലാം. ഹൃദയമേ ഹൃദയമേ ഉണരുമീ വേളയിൽ. സംപൂജ്യരായ ഗുരുജനങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹപാഠികളെ, ഏവർക്കും എൻ്റെ നമസ്കാരം. സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 73 വർഷം തികയുന്ന ഈ മനോഹരമായ സ്വാതന്ത്ര്യ പുലരിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് 2 വാക്ക് സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തെ ഒരു പൂന്തോട്ടത്തോട് സാദൃശ്യപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
ബഹുവിധ വർണ്ണങ്ങളിൽ വിടർന്ന് പരിലസിച്ചു നിൽക്കുന്ന പൂക്കൾ, വ്യത്യസ്ത വലുപ്പമുള്ളവ, വ്യത്യസ്ത സുഗന്ധങ്ങൾ വമിക്കുന്നവ. ഒരു പൂന്തോട്ടത്തെ മനോഹരമാക്കുന്നത് അതിൻ്റെ വൈവിധ്യം തന്നെയാണ്. ഭാരതം ഒരു പൂന്തോട്ടമാണ്. വ്യത്യസ്ത ഭാഷകൾ, വേഷങ്ങൾ, മതങ്ങൾ, ജാതികൾ, ആചാരങ്ങൾ, വർഗങ്ങൾ. എന്തൊരു നല്ല സംസ്കാരമാണ് നമ്മുടേത്. സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സംസ്കാരം. ഈ സംസ്കാരം കാത്തു സൂക്ഷിക്കേണ്ടത് പുതുതലമുറയായ നമ്മൾ തന്നെയാണ്. ബുദ്ധന്റെയും ഗാന്ധിജിയുടെയും വിവേകാനന്ദന്റെയും പാരമ്പര്യമാണ് നമുക്കുള്ളത്. ഭാരതത്തിന്റെ ചരിത്രത്താളുകൾ പരിശോധിച്ചാൽ നമ്മുടെ ഈ നാട് പ്രാദേശിക രാജാക്കന്മാരാൽ ഭരിക്കപ്പെട്ടതും പരസ്പരം പോരടിച്ചിരുന്ന നാട്ടുരാജ്യങ്ങളുടെ ഒരു കൂട്ടവുമാണെന്ന് കാണാൻ കഴിയും. ബ്രിട്ടീഷുകാർ ആദ്യമായി ഇന്ത്യയിലെത്തിയപ്പോൾ ഈ അനൈക്യത്തെ തന്നെയാണ് മുതലെടുത്തത്. ജനങ്ങൾ ഒരുമിച്ച് നിന്നാൽ തങ്ങളുടെ നിലനിൽപ്പ് സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം സ്വീകരിച്ചു. ഇതിന്റെ ഫലമായി ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് കാരണമാവുകയും ചെയ്തു. തങ്ങൾ ഇവിടെ നിന്ന് പോയതിനു ശേഷവും ഇന്ത്യ ഒരു ശക്തമായ രാഷ്ട്രമായി തീരുന്നത് അവർക്ക് താല്പര്യമുണ്ടായിരുന്നു. ഭാരതത്തിന്റെ സമാധാനവും സുരക്ഷിതത്വവും കാത്തു സൂക്ഷിക്കുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികളായ ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, ഡോക്ടർ BR അംബേദ്കർ തുടങ്ങിയ നിരവധി പേർ എപ്പോഴും ബദ്ധശ്രദ്ധരായിരുന്നു. പതിനായിരക്കണക്കിന് ധീരന്മാർ രക്തം ചീന്തിയും രക്തസാക്ഷിത്വം വഹിച്ചും നേടിത്തന്ന ഈ സ്വാതന്ത്ര്യത്തിന് ഭാവിയിൽ ഭീഷണിയുണ്ടാകാതിരിക്കാൻ അവർ ഭാരതത്തിന്റെ ഭരണം ഒരു ശക്തമായ കേന്ദ്രത്തിൽ നിക്ഷിപ്തമാകണമെന്ന് ആഗ്രഹിച്ചു. നമ്മുടെ ഭരണഘടനാ സൃഷ്ടാക്കൾ നമുക്ക് സമ്മാനിച്ചത് ഒരു സ്വാതന്ത്ര്യ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കൻ രാജ്യത്തെ തന്നെയായിരുന്നു. वतन वतन मेरे आबाद रहे तो वतन वतन मेरे आबाद रहे तो वतन वतन मेरे आबाद रहे तो मैं जहाँ रहूँ जहाँ में याद रहे तो मैं जहाँ रहूँ जहाँ में याद रहे तो वतन मेरे वतन वतन मेरे वतन तू ही मेरी मंजिल है पहचान तुझे से तू ही मेरी मंजिल है पहचान तुझे से पहुँचूं मैं जहाँ भी मेरे बुनियाद रहे तो पहुँचूं मैं जहाँ भी मेरे बुनियाद रहे तो वतन वतन मेरे आबाद रहे तो मैं जहाँ रहूँ जहाँ में याद रहे तो
सो चला सुभरा मलय शीतला। जैसा कोई नहीं है, 80 नहीं 100 दिन दुनिया घुमा है, नहीं कहीं तेरे जैसा कोई नहीं। मैं गाया जहां भी बस तेरी याद थी, जो मेरे साथ थी, मुझको तड़पा दिलाती। सबसे प्यारी तेरी सूरत, प्यार है बस तेरा प्यार ही। माँ तुझे सलाम। Good morning, one and all, respected teachers, parents, and my dear friends. I am Anaina. First of all, I would like to wish you all a very happy Independence Day. I am standing here before you to say a few words about Independence Day. Today, we are celebrating 73rd Independence Day of India. We all know that India got independence on 15th of August in 1947 from British rule. After independence, we got our all fundamental rights in our own nation, our motherland. आजा आजा जिंद शामी आने के तले, आजा जरी वाले नीले आसमाने के तले। जय हो जय हो। ओ रांझना वे तेरी सांसों पे थोड़ा सा वतन का भी हक था, ना देख मुझे यूं मुड़ मुड़ के, तेरा मेरा साथ यही तक था। Good morning all, honorable principal, worthy teachers and my dear friends. Happy Independence Day to all of you today. Respected sir, as you all know, we are gathered here to celebrate the 74th Independence Day of our beloved India.
we celebrate Independence Day as the national festival of India. The day marks the anniversary of national independence from the British Empire on 15 August 1947. Furthermore, it is the most auspicious day for the people of India because India became independent after lots of hardship and sacrifice of the brave Indian freedom fighters. കോടികൾക്ക് ജീവാമൃതം ജയ ഭാരതാംബയ്ക്ക് വന്ദനം. वतन वतन मेरे आबाद रहे तो है वतन वतन मेरे आबाद रहे तो है वतन वतन मेरे आबाद रहे तो मैं जहाँ रहूँ जहाँ में याद रहे तो मैं जहाँ रहूँ जहाँ में याद रहे तो है वतन मेरे वतन है वतन मेरे वतन. सारा जहां देख लिया कहीं भी तेरे जैसा कोई नहीं है. अस्सी नहीं 100 दिन दुनिया घुमा है नहीं कहीं तेरे जैसा कोई नहीं. मैं गाया जहां भी बस तेरी याद थी जो मेरे साथ थी मुझको तड़पा दिलाती. वंदे मातरम वंदे मातरम वंदे मातरम वंदे मातरम. देश हमारा हमको प्यारा भारतवर्ष महा हर बच्चा गा रहा है जय जननी हिंदुस्तान. देश हमारा हमको प्यारा भारतवर्ष महा हर बच्चा गा रहा है जय जननी हिंदुस्तान. वो हंसकर समझ जाएंगे गिरती है कंगन में दीप जलाएंगे. हर भी बताओ हंसकर समझ जाएंगे गिरती है कंगन में दीप जलाएंगे. भारत का बच्चा बच्चा ये बुदारा है. भारत का बच्चा बच्चा ये बुदारा है. सत्य अहिंसा अमर रहे अब नारा है. गांधी और गौतम की इस धरती भी हम भी अभिमान. गांधी और गौतम की इस धरती भी हम भी अभिमान. वंदे मातरम वंदे मातरम वंदे मातरम वंदे मातरम.
ബ്രിട്ടീഷുകാരിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം. സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യം ഗുരുതരമായ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വിലക്കയറ്റവും ജീവിത ഭാരവും കൊണ്ട് ജനങ്ങൾ പൊരുതിമുട്ടുകയും തൊഴിലില്ലായ്മയും കാർഷിക പ്രതിസന്ധിയും മൂലം തൊഴിലാളികളും കൃഷിക്കാരും പ്രയാസപ്പെടുകയും ചെയ്യുന്നു. ലോക ജനസംഖ്യയിൽ 2ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. സൈനികപരമായി 4ാം സ്ഥാനത്താണ് ഇന്ത്യ. സാങ്കേതികപരമായി ഇന്ത്യ ഒട്ടും പുറകിലല്ല. ഇന്ത്യയുടെ ISRO ടോപ്പ് സ്പേസ് റിസർച്ച് ഏജൻസികളിൽ ഒന്നാണ്. ഇന്ത്യയിൽ ഇത്രയേറെ കാര്യങ്ങൾ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ സാമ്പത്തികപരമായി വളരെയധികം പിറകിലാണ്. ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭ്യമാവാത്തവരാണ്. എന്തിനേറെ പറയുന്നു, ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്ത ഒട്ടേറെ പേർ ഇന്ത്യയിലുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 70 വർഷം കഴിഞ്ഞിട്ടും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആ ജനങ്ങളുടെ പട്ടികയിൽ 112ാം സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ. मेरे आदरणीय अध्यापक, प्यारे मित्रों, सबको मेरा प्यार भरा नमस्कार। साथ ही साथ स्वतंत्रता दिवस की शुभकामनाएं। जैसे कि हमें पता है, सैकड़ों साल हमारा देश गुलाम बना रहा। अंग्रेज़ों की गुलामी में हमें बहुत तकलीफ़ें उठानी पड़ी। तो सालों की गुलामी से मुक्ति पाने की कोशिश होने लगी और 15 अगस्त 1947 को हमारा देश भारत आज़ाद हुआ। മാന്യ സദസ്സിന് വന്ദനം. ഇന്ന് നാം എല്ലാവരും 74ാം ദിന സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. നമ്മുടെ മുൻഗാമികൾ ധീരപോരാട്ടങ്ങളിലൂടെയും സഹന സമരങ്ങളിലൂടെയും നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം ഇന്ത്യ എന്ന ഒറ്റ സ്വപ്നത്തെ നമ്മെ എത്തിച്ചു. വിവിധ ഭാഷകൾ, വിവിധ സംസ്കാരങ്ങൾ, വേഷവിധാനങ്ങൾ എന്നിങ്ങനെയുള്ള വൈവിധ്യങ്ങൾ ഏറെയുണ്ടെങ്കിലും നാം ഇന്ത്യ എന്ന മാതൃരാജ്യത്തിന്റെ മക്കളാൽ മാത്രം നിലകൊള്ളുന്നു. वतन वतन मेरे आबाद रहे तू, वतन वतन मेरे आबाद रहे तू, मैं जहाँ रहूँ जहाँ में याद रहे तू, मैं जहाँ रहूँ जहाँ में याद रहे तू. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ആദ്യമായി എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്ത്യക്കാരായ നാം ഓരോരുത്തർക്കും സന്തോഷവും അഭിമാനവും നിറയുന്ന ഒരു സുദിനമാണിത്. ഈ വർഷം നമ്മൾ 74ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത്. COVID-19 എന്ന മഹാമാരിയുടെ നടുവിലും നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു. സ്വാതന്ത്ര്യ ദിനം തീർച്ചയായും ആഘോഷിക്കപ്പെടാനുള്ളതാണ്. എന്നാൽ ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനം എല്ലാവരുടെയും മനസ്സിൽ ഒരു നീറ്റൽ കൂടി പടരുന്നുണ്ട്. 2020 ജൂൺ 17-നാണ് ചൈനീസ് പട്ടാളക്കാരുമായുള്ള ഏറ്റുമുട്ടലിൽ നമ്മുടെ 20 ജവാന്മാർ വീരമൃത്യു വരിച്ചത്. ഈ ജവാന്മാർക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ടാവട്ടെ നമ്മുടെ ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം. എല്ലാവർക്കും ഒരു വർഷം കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ജയ് ഹിന്ദ്.
73ാം സ്വാതന്ത്ര്യദിനം. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വതന്ത്രമായി. ലോകമുറങ്ങുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണർന്നിരിക്കുന്നു എന്നാണ് അർദ്ധരാത്രിയിൽ ലഭിച്ച സ്വാതന്ത്ര്യത്തെപ്പറ്റി ജവഹർലാൽ നെഹ്റു അഭിപ്രായപ്പെട്ടത്. ലോകം കോവിഡ്-19 എന്ന മഹാമാരിയുടെ പിടിയിലകപ്പെട്ട് ഉഴലുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം കടന്നു പോകുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു പ്രതിജ്ഞയാണ് ഈ അവസരത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്നത്. എന്തെന്നാൽ യുക്തിയിലും ശാസ്ത്രബോധത്തിലും അധിഷ്ഠിതമായ ഒരു സമര രീതിയിലൂടെ ഈ മഹാമാരിയെ നമ്മൾ ഒറ്റക്കെട്ടായി നേരിടുകയും അതിജീവിക്കുകയും ചെയ്യുമെന്നതാണ് ആ പ്രതിജ്ഞ. സദസ്സിനെ വന്ദനം. ഇന്ത്യ 73ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ മഹാത്മാഗാന്ധിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ നേതാവും വഴികാട്ടിയുമാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന അദ്ദേഹം വിശേഷിക്കപ്പെടുന്നു. അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന സമര സിദ്ധാന്തത്തിലൂടെ ലോകമെമ്പാടും ഗാന്ധി ശ്രദ്ധേയനായി. മഹത്തായ ആത്മാവ് എന്നർത്ഥം വരുന്ന മഹാത്മാ, അച്ഛൻ എന്നർത്ഥം വരുന്ന ബാപ്പു എന്നീ നാമവിശേഷണങ്ങളിൽ അദ്ദേഹത്തിനുള്ള സാന്നിധ്യം വ്യക്തമാക്കുന്നു. കേവലം ഒരു രാഷ്ട്രീയ നേതാവെന്നതിനേക്കാൾ ദാർശനികനായും ഗാന്ധിജി ലോകമെമ്പാടും അറിയപ്പെടുന്നു. വാക്ക് കൊണ്ട് മുട്ടണ കേട്ട് വാതുക്കല് വെള്ളരി പ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട് തുള്ളിയാമിന്നുള്ളില് വന്ന് നീയാം കടല് പ്രിയനേ നീയാം കടല്. വാതുക്കല് വെള്ളരി പ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട് കാറ്റുപോലെ വട്ടം വെച്ച് കണ്ണിടയിൽ മുത്തം വെച്ച് ശ്വാസമാകെ തീ നിറച്ച് നീ എന്ന ഞാവൽ പഴക്കണ്ണിമയ്ക്കുന്നേ മൈലാഞ്ചിക്കാട് അത്തറിന്റെ കുപ്പി തുറന്ന് മുല്ല ബസാറ് ദിക്കരമൂളണ തത്തകളുണ്ട് മുത്തുകളായവ ചൊല്ലണതിന്ത് ഉത്തരമുണ്ട് ഒത്തിരിയുണ്ട് പ്രേമത്തിൻ തുണ്ട് പ്രിയനേ പ്രേമത്തിൻ തുണ്ട്. Namaste. I'm Sarojini Naidu. I'm the first Indian woman to be the president of the Indian National Congress. This Independence Day, promise yourself to support your nation in every small manner possible. വന്ദേ മാതരം വന്ദേ മാതരം സുജലാം ശുഭദാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം
വന്ദേ മാതരം. മാന്യസദസ്സിന് നമസ്കാരം. രാജ്യത്തിന്റെ 74ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ജീവൻ നൽകിയ മഹാന്മാരായ ധീരദേശാഭിമാനികളുടെ ത്യാഗം ഏറ്റവും കൂടുതൽ അനുസ്മരിക്കേണ്ട ഒരു ദിവസമാണ് ഇത്. എല്ലാ ഇന്ത്യക്കാരുടെയും സഹകരണം, ത്യാഗം, പങ്കാളിത്തം എന്നിവയുടെ ബലമാണ് നാം ഇന്നിവിടെ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. എന്റെ ഭാരതം എത്ര സുന്ദരം, നന്മകൾ നിറഞ്ഞു നിൽക്കും വർണ്ണപ്പൂക്കളം. എത്രയോ തരം ജനം ഏകമാസ്വരം, സർവമതം സംഗമിക്കും സ്വർഗഭുവനം. എന്റെ ഭാരതം എത്ര സുന്ദരം, നന്മകൾ നിറഞ്ഞു നിൽക്കും വർണ്ണപ്പൂക്കളം. ഹൃദയമുരളികയിലൊഴുകും മഹനീയ പുണ്യവരമായി അമലയാം ഭാരതാംബതൻ അറിവിൻ നിറവുകൾ അനുപമലയമായി ഹൃദയമുരളികയിലൊഴുകും മഹനീയ പുണ്യവരമായി. Good morning everyone, respected teachers and all my dear friends. In this Independence Day celebration, we all should feel proud of being such a part of the independent nation and give us the freedom to live in our own ways. The British government ruled all over India for 200 years, and with the continuous struggle by the Indians, led by the renowned freedom fighters, India finally gained freedom on 15th August 1947. For the first time of this day, our PM, Pandit Jawaharlal Nehru, raised Indian flag on the Red Fort. ഭാരതം എൻ ഭാരതം ഉണരുന്നു ഭാരതം പൊൻസൂര്യനായുലകത്തിലും ഉണർവേകുമെൻ ഭാരതം. ഭാരതം എൻ ഭാരതം ഉണരുന്നു ഭാരതം പൊൻസൂര്യനായുലകത്തിലും ഉണർവേകുമെൻ ഭാരതം. സോദരൻ നാം ഒന്നായി കൈകോർത്തു മുന്നേറിടാം, സ്നേഹപുഷ്പങ്ങൾ വിതറാം. ജയ് ഭാരത് മാതാ, ജയ 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 ഭാരതം എൻ ഭാരതം ഉണരുന്നു ഭാരതം പൊൻസൂര്യനായുലകത്തിലും ഉണവേകുമെൻ ഭാരതം.